പ്രസാദ് മോഷ്ടിച്ചാണ് ജീവിക്കുന്നത്. ഒരു ദിവസം പ്രസാദും ഫ്രണ്ടും മോഷ്ടിച്ചു പോകുമ്പോൾ നാട്ടുകാർ അവരെ പിടിക്കാൻ ശ്രമിച്ചു. രക്ഷപ്പെടാൻ വേണ്ടി അവർ ഓടിയൊരു വീട്ടിൽ കയറി അടുക്കളയിൽ പോയി ഒളിച്ചുനിന്നു. ആ സമയം വീട്ടിലുണ്ടായിരുന്ന അഞ്ജലിയും 3 പിള്ളേരും ചേർന്ന് പ്രസാദിനെയും ഫ്രണ്ടിനെയും കിച്ചണിലിട്ട് പുറത്തുനിന്ന് പൂട്ടി. അഞ്ജലി പോലീസിനെ വിളിക്കാൻ തുടങ്ങിയപ്പോൾ അവർ പേടിച്ചു. എന്നാൽ പോലീസിനെ വിളിക്കുന്നതിനേക്കാൾ നല്ല ശിക്ഷ താൻ നൽകാമെന്ന് അഞ്ജലി പറഞ്ഞു. വീട്ടിൽ പിള്ളേരുടെ അച്ഛനും അമ്മയും ഇല്ലാത്തതുകൊണ്ട് ഒരാഴ്ച കിച്ചണിൽ തന്നെ അവരെ പൂട്ടിയിടാൻ അഞ്ജലി തീരുമാനിച്ചു. അഞ്ജലി സാധനങ്ങൾ വാങ്ങി നൽകി അവരെക്കൊണ്ട് ഭക്ഷണമുണ്ടാക്കിച്ചു. അവരെക്കൊണ്ട് നന്നായി പണിയെടുപ്പിച്ചു. ആദ്യമാദ്യം പ്രസാദിന് അഞ്ജലിയോട് ദേഷ്യമുണ്ടായിരുന്നെങ്കിലും പിന്നീടങ്ങോട്ട് അവർ തമ്മിൽ നല്ല കൂട്ടായി മാറി. അങ്ങനെ ഒരു ദിവസം പിള്ളേരുടെ അച്ഛനും അമ്മയും വരുന്നതുകൊണ്ട് അഞ്ജലി വാതിൽ തുറന്ന് അവരോട് പോകാൻ പറഞ്ഞു. പോകുന്നതിനു മുൻപ് അഞ്ജലി പ്രസാദിനോട് പറഞ്ഞു, മോഷണത്തേക്കാൾ അന്തസ്സുള്ളത് അധ്വാനിച്ച് ജീവിക്കുന്നതാണ്. അവളുടെ ആ വാക്കുകൾ പ്രസാദിന്റെ ഉള്ളിൽ തറച്ചു. എന്നാൽ അവർ ഇറങ്ങുന്ന സമയത്ത് പ്രസാദിന്റെ ഫ്രണ്ട് അഞ്ജലിയുടെ ബാഗ് മോഷ്ടിച്ചിരുന്നു. തിരികെ വീട്ടിലെത്തിയ പ്രസാദിന്റെ മനസ്സിൽ അഞ്ജലിയോടൊരിഷ്ടം തോന്നിത്തുടങ്ങിയിരുന്നു. ഒരു ദിവസം വീടിന്റെ ഓണർ വന്ന് വാടക ചോദിച്ചു. വാടക തന്നില്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടിവരുമെന്ന് അയാൾ ഭീഷണിപ്പെടുത്തി. എങ്ങനെയെങ്കിലും പണം കണ്ടെത്താൻ വേണ്ടി വീടിന്റെ താഴെ താമസിക്കുന്ന പെൺകുട്ടിയുടെ മാല പ്രസാദ് അവർ അറിയാതെ മോഷ്ടിച്ചു. അത് വിറ്റ് പണവുമായി മടങ്ങുമ്പോഴാണ് അഞ്ജലി പറഞ്ഞ കാര്യങ്ങൾ പ്രസാദ് ഓർക്കുന്നത്. മോഷ്ടിക്കുന്നത് തെറ്റാണെന്നവന് മനസ്സിലായി. അപ്പോൾ തന്നെ പണം തിരികെ കൊടുത്ത് അവൻ മാല തിരിച്ചുവാങ്ങി. എന്നിട്ട് ആ പെൺകുട്ടിയുടെ അമ്മയുടെ അടുത്ത് ചെന്ന് നിലത്തുനിന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞ് അത് തിരികെ കൊടുത്തു. വീട്ടിലെത്തിയ പ്രസാദ് തന്റെ ഫ്രണ്ട് മോഷ്ടിച്ച അഞ്ജലിയുടെ ബാഗിലുണ്ടായിരുന്ന ഡയറിയെടുത്ത് വായിക്കാൻ തുടങ്ങി. അതിൽ അഞ്ജലിയുടെ സങ്കടകരമായ ജീവിതമായിരുന്നു ഉണ്ടായിരുന്നത്. അഞ്ജലിയുടെ അമ്മ മരിച്ച ശേഷമാണ് അവൾ തന്റെ അച്ഛൻ ആരാണെന്നറിയുന്നത്. മരിക്കുന്നതിനു മുൻപ് അച്ഛന് നൽകാനായി അമ്മ ഒരു കത്ത് അവളെ ഏൽപ്പിച്ചിരുന്നു. അഞ്ജലി ഏറെ കഷ്ടപ്പെട്ട് അച്ഛനെ കണ്ടെത്തി ആ കത്ത് നൽകി. പക്ഷേ അച്ഛൻ രണ്ടാമത് വിവാഹം കഴിച്ചതുകൊണ്ട് അഞ്ജലിയെ സ്വന്തം മകളായി അംഗീകരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അവൾക്ക് താമസിക്കാൻ വേറെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഒരു ഫ്രണ്ടിന്റെ മകളാണെന്ന് പറഞ്ഞ് അച്ഛൻ അവളെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ആദ്യം അച്ഛന്റെ രണ്ടാം ഭാര്യ ഇതിന് സമ്മതിച്ചില്ലെങ്കിലും ശമ്പളം കൊടുക്കാതെ ഒരു വേലക്കാരിയെ കിട്ടുമല്ലോ എന്ന് കരുതി പിന്നീട് അവർ സമ്മതിച്ചു. അതോടെ ആ വീട്ടിലെ പണികളെല്ലാം അഞ്ജലിയെക്കൊണ്ട് ചെയ്യിക്കാൻ തുടങ്ങി. അഞ്ജലി അങ്ങനെ കഷ്ടപ്പെടുന്നത് കണ്ടുനിൽക്കാൻ ആ അച്ഛന് കഴിയുമായിരുന്നില്ല.